ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാവിലെ തന്നെ നിങ്ങൾ എങ്ങോട്ടാ? അത് രോഹിത്തിന്റെ അമ്മ പത്മാവതിയുടെ ആണ്ട് ദിവസം അവർക്ക് ബലിയിടാൻ പറ്റിയില്ലല്ലോ. അതിന് ഇന്നവര് നാട്ടിലെ ക്ഷേത്രത്തിൽ പോയി ബലിയിടാൻ പോവുക. അപ്പ എന്നെ കൊണ്ടുപോകുന്നില്ലേ? പപ്പിമോള് പോയാൽ എങ്ങനെയാ? ദേ നമുക്കേ ഇന്നൊരു യാത്രയുണ്ട്. ഹായ് ഹായ്. യാത്രയോ? അതെ, ഞാനും സത്യയും വിഷ്ണുവേട്ടനും കൂടി ഒരു ടൂറ് പോകുന്നുണ്ട്. പപ്പിയെ കൂടി കൊണ്ടുപോകണമെന്നുണ്ട്. അനുവിനോട് കാര്യങ്ങളെല്ലാം ശരിയാക്കി വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാണെങ്കിൽ ഞങ്ങള് ഇന്ന് തന്നെ പുറപ്പെടും. നമ്മൾ എവിടേക്കാ അമ്മ ടൂർ പോകുന്നേ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല മോളെ. ആഹാ, അതെന്തായാലും നന്നായി. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടായല്ലോ. വിഷ്ണുവേട്ടനൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ട് വിളിച്ച് പറയാന്ന് കരുതി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. കുട്ടികളുടെ സന്തോഷമല്ലേ, പോയിട്ട് വാ. താങ്ക് യു അച്ഛാ. രണ്ടുപേരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നല്ലാതെ ശ്രദ്ധിച്ചോളൂ അമ്മേ. അപ്പോ നമുക്ക് പോയാലോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ശരി മോനെ, വാ. കുഞ്ഞിച്ചി പോയിട്ട് വാ. അതെ, എനിക്കെന്തേലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. ഞാൻ പറഞ്ഞിട്ടാ ഇവരിതേ ടൂർ പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്തത്. ശാരദാമ്മക്ക് എന്ത് വേണേലും വാങ്ങിച്ചോണ്ട് വരാം. എവിടേക്കാ പോകുന്നതെന്ന് കേക്കട്ടെ. അത് ശരി. ഇപ്പൊ ഞാൻ പുറത്തായി അല്ലേ? അതെ, അനു വിളിക്കുന്നുണ്ട്. ടൂർ പ്രോഗ്രാം നടക്കോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. ഹലോ മാഡം, പൊന്മുടിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാഡം ഫാമിലി അങ്ങ് എത്തിയാൽ മാത്രം മതി. പൊന്മുടിയോ? അപ്പൊ അവിടെ താമസിക്കാൻ ക്വാർട്ടേഴ്സിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഏരിയ, ടെന്റ് ഇട്ട് താമസിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഓക്കെ. എപ്പോഴാ പോകുന്നെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാനും പറ്റും. അനു, ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള യാത്രയല്ല, തീർത്തും പേഴ്സണലാ. ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും മാത്രമായിട്ടുള്ള കുറച്ചധികം നല്ല നിമിഷങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെയാ പേഴ്സണൽ എന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ മാഡം, മറ്റെന്തെങ്കിലും സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കണമെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഞാനത് വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. ശരിയാനോ, എന്തുണ്ടെങ്കിലും ഞാൻ അറിയിക്കാം.